കോഴിക്കോട് വലിയങ്ങാടിയിലാണ് ഈ ദുരന്തമുണ്ടായത്. 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആ ദുരന്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയൊരു ദുരന്തത്തിലേക്ക്, 3 പേരുടെ ജീവൻ എടുക്കുന്ന ദുരന്തത്തിലേക്കാണ് വലിയങ്ങാടി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് നാട്ടുകാർ സംസാരിച്ചപ്പോഴും പ്രദേശവാസികൾ സംസാരിച്ചപ്പോഴും ഇക്കാര്യം തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇത് പൊളിക്കാൻ നിശ്ചയിച്ചിരുന്ന കെട്ടിടമായിരുന്നു, പക്ഷേ അത് പൊളിക്കുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. മേയർ അടക്കം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ, ആ സ്ലാബ് തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ വലിയങ്ങാടിയിലാണ്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണ് 3 പേർക്ക് ജീവൻ നഷ്ടമായത്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് ഇത്. പഴയ കെട്ടിടമാണ്, കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ചുമട്ടുതൊഴിലാളികളാണ് മരിച്ചത്, അവർക്കാണ് ജീവൻ നഷ്ടമായത്. 3 പേർ, അതിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമെന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു. ഈ അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. 2024 പൊളിക്കാൻ തീരുമാനിച്ചിരുന്ന കെട്ടിടമായിരുന്നു ഇത്. ഈ കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്.